നമസ്കാരം സുഹൃത്തുക്കളെ, ഓണസ്റ്റി അക്കാഡമിയുടെ ഇന്ത്യൻ ഭരണഘടനാ പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭരണഘടനാ നിർമ്മാണ വഴികളെക്കുറിച്ചാണ്. അതിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണം നടന്ന പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കിയത്. അപ്പോൾ അതിലെ ചില കാര്യങ്ങൾ കൂടാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവ്, വെരി ഇമ്പോർട്ടൻ്റ് ഒരു പോസ്റ്റാണ്, BN റാവു ആയിരുന്നു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം പ്രസംഗിച്ചത് JB കൃപലാനി ആയിരുന്നു. താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. സഭ സമ്മേളിച്ചത് പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിലായിരുന്നു. ഭരണഘടനയുടെ ആമുഖമായിട്ട് തീർന്നത് നെഹ്റുവിൻ്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനായിരുന്നു. അടുത്തത് പതാക സ്വീകരിച്ചത് ജൂലൈ 22, 1947 ഭരണഘടന അംഗീകരിച്ചത് 26 നവംബർ 1946 അവസാനത്തെ മീറ്റിംഗ് 24 ജനുവരി 1950 ഇന്ത്യ റിപ്പബ്ലിക്കായത് നമുക്കറിയാം. 1950 ജനുവരി 26. ജനുവരി 26 തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യം 1930 ജനുവരി 26 എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിച്ചതിൻ്റെ ഓർമ്മയ്ക്കാണ്. ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് 395 വകുപ്പുകളുണ്ടായിരുന്നു, 8 പട്ടികകളുണ്ടായിരുന്നു, 22 അധ്യായങ്ങളുണ്ടായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുന്നത് 1946 ഡിസംബർ 6 ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9. ഓക്കെ.